നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ വിവാഹിതയായി. ഏറ്റവും അടുത്ത സുഹൃത്ത് അശ്വിൻ ഗണേഷിനെയാണ് വിവാഹം ചെയ്തത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവാഹവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു താരകുടുംബം. അതുകൊണ്ട് തന്നെ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു വിവാഹം കാണാനായി. എന്തായാലും ആ ഒരു വിവാഹ ചിത്രങ്ങൾ എത്തിയിരിക്കുകയാണ്. ദിയയും അശ്വിൻ്റെയും ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് ചിത്രങ്ങൾ പുറത്തെത്തിയിരിക്കുന്നത്. വളരെ സുന്ദരിയായി വെള്ള നിറത്തിൽ സാരികൾ ഉടുത്ത് വളരെ ഭംഗിയുള്ള ആഭരണങ്ങളുമായൊക്കെ എത്തി വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ദിയ വിവാഹത്തിനായി അണിഞ്ഞൊരുങ്ങിയത്. അതുപോലെ തന്നെ കേരള വേഷത്തിൽ മുണ്ടും കുർത്തയും അണിഞ്ഞ് വളരെ സുന്ദരനായി തന്നെയാണ് അശ്വിനും വരനായി എത്തിയത്. എന്തായാലും ചിത്രങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വൈറലായി മാറുകയാണ്. എന്തായാലും നയൻതാരയുടെ ഒരു ലുക്ക് പോലെയുണ്ട് ദിയ കൃഷ്ണനെ കാണാൻ എന്നുള്ള കമൻസും ആരാധകർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ആരാധകർ കാത്തിരുന്ന ഒരു വിവാഹം തന്നെയാണ്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. അതിനിടയ്ക്ക് കൃഷ്ണകുമാർ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു. എൻ്റെ ദൈവങ്ങളാണ് ഇതൊക്കെ, ഇവരെല്ലാം വന്നതിൽ സന്തോഷം, ദൈവം അയക്കുന്നവരാണ് ഇവരെല്ലാം, മോളുടെ കല്യാണമല്ലേ സന്തോഷം എന്നായിരുന്നു കൃഷ്ണകുമാറും പ്രതികരിച്ചത്. ഇനി റിസപ്ഷൻ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചിരുന്നു, ക്ഷണം കുറച്ചു പേർക്ക് മാത്രം എന്നും കൃഷ്ണകുമാർ പറഞ്ഞു. BJP MP നടനുമായ സുരേഷ് ഗോപി എത്തുമോ എന്ന ചോദ്യത്തിന് ഇല്ല, രാധിക വന്നിട്ടുണ്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. സുരേഷ് ഗോപി എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഇല്ല എന്നായിരുന്നു രാധിക പറഞ്ഞത്. വിവാഹശേഷം ബാംഗ്ലൂരിലേക്ക് പോകാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. എന്നാൽ പിന്നീട് ആ തീരുമാനം മാറ്റുകയായിരുന്നു. വീടിനടുത്തായി ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടെന്ന് ദിയ നേരത്തെ പറഞ്ഞിരുന്നു. കുറേ കഴിഞ്ഞ് ഫ്ലാറ്റ് പരിചയപ്പെടുത്താമെന്നും ദിയ വിവാഹത്തിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും വിവാഹശേഷമുള്ള കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് വേണം റിലാക്സായി കാര്യങ്ങൾ സെറ്റാക്കാൻ എന്നുമായിരുന്നു വിവാഹത്തിന് മുമ്പ് ദിയ പറഞ്ഞത്. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് സഹോദരിമാർ ചേർന്ന് ദിയയ്ക്ക് ബ്രൈഡൽ ഷവർ കൊടുത്തത്. എല്ലാത്തിനും നേതൃത്വം നൽകിയത് അഹാനയും ഇഷാനിയും ചേർന്നായിരുന്നു. വേറിട്ട രീതിയിൽ ഒരു കളർ തീമിൽ വെച്ചായിരുന്നു എല്ലാം ഒരുക്കിയത്. ശരിക്കും കണ്ടു നിൽക്കുന്നവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു ഒരുക്കം. 3 മാസം മുമ്പ് തന്നെ ദിയയും കുടുംബവും വിവാഹാഘോഷങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. വിവാഹത്തിന് വസ്ത്രം ഡിസൈൻ ചെയ്തതും ആഭരണങ്ങൾ വാങ്ങിയതും താലി പൂജിച്ചതും അടക്കം എല്ലാ കാര്യങ്ങളും ദിയ സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. നേരത്തെ മകളുടേത് ലളിതമായ വിവാഹമായിരിക്കുമെന്നും എല്ലാ ചിലവുകളും അവർ തന്നെയാണ് നോക്കുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു. മോള് തന്നെ പറഞ്ഞു, എനിക്ക് ചെറിയ കല്യാണം മതിയെന്ന്. അത് കേട്ടപ്പോൾ ഞാനും വളരെ സന്തോഷത്തിലായി. മാത്രമല്ല എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, അച്ഛനും അമ്മയും ചിലവാക്കേണ്ടതില്ല, ഞങ്ങൾ നടത്തിക്കോളാമെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് അതിനേക്കാൾ വലിയ സന്തോഷമായെന്നും കൃഷ്ണകുമാർ ഇതിനു മുമ്പും പറഞ്ഞിരുന്നു. എന്തായാലും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ച ആ ഒരു വിവാഹം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ദിയയെ പോലെ തന്നെ വളരെ സുന്ദരിയായിട്ടായിരുന്നു അഹാനയും ഇഷാനിയും ഹൻസികയും അണിഞ്ഞൊരുങ്ങിയത്. എന്തായാലും ഇതിൽ കല്യാണ പെണ്ണ് ആര് എന്നുള്ള ഒരു ചോദ്യം ആരാധകർ ചോദിക്കുന്നുണ്ട്. കാരണം 4 പേരും വളരെ ഭംഗിയായി സുന്ദരികളായിട്ട് തന്നെയായിരുന്നു വിവാഹത്തിന് അണിഞ്ഞൊരുങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ ചിത്രങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറിയിരിക്കുകയാണ്. എന്തായാലും വിവാഹത്തിന്റെ വീഡിയോ കാണാൻ കൂടി ആരാധകർ കാത്തിരിക്കുകയാണ്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.